കേന്ദ്ര വഖഫ് ബില്ല് പാർലമെന്റിലേക്ക് നീങ്ങുന്നു. സംയുക്ത പാർലമെന്ററി സമിതി നിർദ്ദേശിച്ച വിവിധ ഭേദഗതികൾ ഉൾപ്പെടുത്തിയ പുതുക്കിയ വഖഫ് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഇതോടെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ബിൽ പാർലമെന്റിന് മുന്നിലെത്തുമെന്നാണ് വിവരം. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതും നിയമത്തിന്റെ പേര് മാറ്റുന്നതും അടക്കമുള്ള BJP അംഗങ്ങളുടെ 14 ഭേദഗതികൾ ചേർത്തുള്ളതാണ് പുതുക്കിയ ബില്ല്. പ്രതിപക്ഷ അംഗങ്ങളുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചായിരുന്നു ബിൽ JPCയിൽ അംഗീകരിച്ചത്. ഫെബ്രുവരി 13-ന് BJP MP ജഗദംബിക പാൽ നേതൃത്വം നൽകുന്ന JPC അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കോൺഗ്രസ്, DMK, TMC, AAP, ശിവസേന, UBD, മസ്ജിദ് പാർട്ടി അംഗങ്ങൾ നിർദ്ദേശിച്ച ഭേദഗതികൾ തള്ളിയായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചത്. 14 മാറ്റങ്ങളാണ് ബില്ലിൽ നിഷ്കർഷിക്കുന്നത്. 5 വർഷം പ്രകടിതമായി ഇസ്ലാം മതം ആചരിച്ചാലേ വഖഫിന് സ്വത്ത് നൽകാനാകൂ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വഖഫ് നിയമം എന്നത് ഉമീദ് എന്നാക്കി. ഇതുകൂടാതെ നിയമപരമായി അവകാശമുള്ളയാൾക്ക് മാത്രമേ വഖഫിന് സ്വത്ത് കൈമാറാവൂ എന്ന വ്യവസ്ഥയുണ്ട്. വഖഫ് സ്വത്താണോ സർക്കാർ സ്വത്താണോ എന്ന് തീരുമാനിക്കാൻ വഖഫ് കമ്മീഷണർക്ക് അധികാരം നൽകിയത് സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നാക്കി. സംസ്ഥാന സർക്കാർ വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡേറ്റാബേസിലും അപ്ലോഡ് ചെയ്യണം. തർക്കമുള്ള കേസുകളിൽ വഖഫ് സ്വത്തുകൾ വിജ്ഞാപനം ചെയ്ത് 2 വർഷം കഴിഞ്ഞാലും കൃത്യമായ തെളിവുണ്ടെങ്കിൽ കേസിന് പോകാം.